രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന തിരുവല്ലയിലെ ഹോട്ടലിലെത്തി അന്വേഷണ സംഘം. റിസപ്ഷൻ ജീവനക്കാരടക്കമുള്ളവരുടെ മൊഴി എടുത്തു. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, പറയൂ. ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ദിലീപ് കുമാർ ഈ പ്രദേശത്ത് തരുവല്ലയിലെ ഈ പ്രധാനപ്പെട്ട ഹോട്ടലിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ച് പീഡനം നടന്നു എന്ന തരത്തിലുള്ള മൊഴിയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം, ഈ പെൺകുട്ടിയുടെ മൊഴി അടക്കം കൃത്യമായി തന്നെയുണ്ട്. ഇവിടെ എത്തി ആ രജിസ്റ്ററും അതുപോലെ തന്നെ റിസപ്ഷനിലെ ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. ഇവർ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും ഇവിടെ താമസിച്ചു അല്ലെങ്കിൽ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്ന തരത്തിൽ മൊഴി നൽകിയെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മൊഴികളെല്ലാം ചേർത്ത് വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഈ പറയുന്ന ജീവനക്കാരെ വീണ്ടും വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണ സംഘം നേരിട്ട് ഈ തിരുവല്ലയിലെ ഹോട്ടലിലെത്തുകയോ ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അതായത് അടുത്ത ദിവസം തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഇരിക്കെയാണ് ഇത്തരത്തിൽ പഴുതടച്ച ധൃതിയിലുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അടുത്ത ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കാൻ ഇടയുണ്ട്. സ്വാഭാവികമായി അത്തരത്തിൽ പരിഗണിക്കുമ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതിയും ഈ ജീവനക്കാരുടെ മൊഴിയും അടക്കം കോടതിയിലെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ് ആ പ്രോസസ് പൂർത്തീകരിച്ച് അവർ SIT സംഘം മടങ്ങിയത്. 8-അംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ പ്രാദേശിക പ്രതിനിധി നൽകുന്ന വിവരം. എന്തായാലും പൊടുന്നനെ തന്നെ ഇത്തരത്തിൽ നടപടിക്രമങ്ങളിലേക്ക് കടന്ന രാഹുലിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.